ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഉഷാറാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ലെമൺ സേമിയ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുവരെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഒരു കടായിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ഈ സേമിയയെല്ലാം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഇതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി, അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് ഇതിലേക്ക് ഒരു അല്പം എണ്ണയും കൂടി. അതായത് നമ്മുടെ ഈ സേമിയ ഒന്നും പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെർമുസില്ലിയാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് റൈസ് വെർമുസില്ലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് അധികം വേവിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കുഴഞ്ഞു പോകും. അതിൻ്റെ പേരിൽ വെള്ളത്തിലിട്ട ഉടനെ തന്നെ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഫസ്റ്റിലേ തന്നെ നമ്മളിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി എണ്ണയൊക്കെ ആദ്യമേ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാധാരണ വെർമുസില്ലിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് വെന്തതിന് ശേഷം എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം അളവിലാണ് വെർമുസില്ലി എടുത്തിട്ടുള്ളത്. ഫ്ലെയിം വീണ്ടും മീഡിയത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം ഒന്ന് കുഴഞ്ഞു തുടങ്ങും. ഒരു 30 സെക്കൻഡ് മാത്രമേ പിന്നീട് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടിരിക്കാൻ പാടുള്ളൂ. കൂടുതൽ സമയം ഇട്ടേക്കരുത്, എങ്കിൽ പിന്നെ പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല നമ്മുടെ റൈസ് സേമിയ വെന്ത് കിട്ടാനായിട്ട്. ഇതിപ്പോൾ ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇതിങ്ങനെ തിളച്ച് തുടങ്ങിയാണ്. ഈ ഒരു സമയം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ സേമിയ എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലെ വെള്ളമെല്ലാം ഒന്ന് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 30 സെക്കൻഡ് മാത്രം മതിയാവും നമ്മുടെ ഈ വെർമുസില്ലി വെന്ത് കിട്ടാനായിട്ട്. പരസ്പരം ഒന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ സൂപ്പറായിട്ട് നമുക്കിതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്ത് തുടങ്ങാം. ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് എണ്ണ ചേർക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകാണ്. കൂടെ തന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. ഫ്ലെയിം ഞാനിപ്പോൾ ഈ സമയത്തെല്ലാം മീഡിയത്തിൽ നിന്നും ഒരല്പം കൂടി കുറച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. നമ്മുടെ കടുകെല്ലാം നല്ലതുപോലെ ഒന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ ഞാനിപ്പോൾ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, നിലക്കടല. അപ്പോൾ അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 വറ്റൽ മുളകും കൂടി. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിലൊന്ന് വറുത്ത് കൊടുക്കാം. നമുക്ക് നിലക്കടല പച്ച നിലക്കടലയാണ്, അതിൻ്റെ പേരിലാണ് ഈ ഒരു സമയം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കുന്നത്. ഫ്ലെയിം ഞാനിപ്പോൾ മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ നമ്മുടെ നിലക്കടലയുടെ കളർ മാറുന്നവരെ മാത്രം ഒന്ന് വറുത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ നിലക്കടലയെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് തീരെ ചെറിയ സവാളയിൽ ഒരു സവാള എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് വേണം ഈ സമയം ചേർക്കാനായിട്ട്. ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 7-8 ബീൻസ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിലെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിങ്ങനെ നല്ലതുപോലെ വെന്തുടഞ്ഞ് കിട്ടണം എന്നുള്ള ആ ഒരു രീതി വേണ്ട. ഒരു പകുതിയിൽ കൂടുതൽ അളവിൽ മാത്രം വെന്ത് കിട്ടിയാൽ മതിയാവും. ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി,
അതുപോലെ തന്നെ നമ്മുടെ ഈ പച്ചക്കറിക്കും ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം. നമ്മൾ നേരത്തെ റൈസ് സേമിയ വേവിച്ച സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ ഒരല്പം മാത്രം വെള്ളം കൂടി ചേർക്കുകയാണ്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഈ ഒരു അളവിൽ മാത്രം, ഒരു 1/4 കപ്പ് അളവിൽ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെള്ളമെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ് ഫ്ലെയിം ഒന്ന് ഞാനിപ്പോൾ നല്ല രീതിയിലൊന്ന് കുറച്ച് വെക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് സേമിയയും കൂടിയാണ്. കൂടെ തന്നെ ഒരു പകുതി അളവിൽ നാരങ്ങ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ജ്യൂസും കൂടി ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടിയാണ്. നമ്മൾ ഈ പഞ്ചസാര ഇതിലേക്ക് ചേർക്കുമ്പോഴത്തേക്കും ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ എടുത്ത് കാണിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് ചിരകിയെടുത്ത കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രം നമ്മളിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. കാരണം ഇത് ഒരുപാട് സമയത്ത് നമുക്കിങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഫൈനലി പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുകയാണ്. ഇതുപോലെ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ റൈസ് സേമിയ എല്ലാം നമ്മുടെ ഈ പച്ചക്കറിയിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. അതുപോലെ തന്നെ നമ്മുടെ ലെമൺ ജ്യൂസിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ എല്ലാ സ്ഥലത്തേക്ക് എത്തുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് അധികം മസാലകളൊന്നും ചേർക്കുന്നില്ല. ചടപടയൊന്നും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്നതാണ്. ഇതിലേക്ക് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസിൻ്റെ ഒക്കെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെന്നുള്ളവർക്ക് സെർവ് ചെയ്യുന്ന സമയത്തിന് മുകളിലേക്ക് ഒരു അല്പം ഇങ്ങനെ പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.